71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2023 ജനുവരി 1-നും 2023 ഡിസംബർ 31-നും ഇടയിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. മികച്ച നടിയായി റാണി മുഖർജി തിരഞ്ഞെടുക്കപ്പെട്ടു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് റാണി മുഖർജി ദേശീയ പുരസ്കാരം നേടിയത്. ഇതിനോടകം ഫിലിംഫെയർ ക്രിട്ടിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിലൂടെ റാണിയെ തേടിയെത്തിയിരുന്നു. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും പങ്കിട്ടു. ജവാനിലെ അഭിനയത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം. 12th ഫെയിൽ എന്ന ചിത്രമാണ് ദേശീയ തലത്തിൽ മികച്ച ചിത്രം. ഇതിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം ലഭിച്ചത്. മികച്ച മലയാള സിനിമയായി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചിത്രത്തിലൂടെ ഉർവശി മികച്ച സഹനടിയായി. ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശിക്ക് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. ഉർവശിയും പാർവതിയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക്. മികച്ച സഹനടനായി വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൂക്കാലം ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവന് പുരസ്കാരം. മലയാളി സംവിധായകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MK രാംദാസിന്റെ ചിത്രമായ നെഗൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. നെഗൽ നെല്ലുമനുഷ്യന്റെ കഥ എന്ന ചിത്രത്തിൽ ചെറുവയൽ രാമന്റെ ജീവിതവും കൃഷിരീതികളുമാണ് പ്രമേയം. എഡിറ്റിംഗിനുള്ള ദേശീയ പുരസ്കാരത്തിന് പൂക്കാലം എന്ന മലയാള ചിത്രത്തിലൂടെ മിഥുൻ മുരളി അർഹനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.